എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു ദുരന്തങ്ങൾ സംഭവിക്കൽ സ്വാഭാവികമാണ്. അപ്പോൾ ആ ദുരന്തത്തിനെ ഓരോരുത്തരും ഓവർകം ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഈ സിനിമയിലൂടെ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പലരും പല രീതിയിൽ ഓവർകം ചെയ്യാറുണ്ട്. പലരും മിക്കവാറും മതങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ ചേക്കേറി അതിനെ ഓവർകം ചെയ്യാനാണ് അധികം പേരും ശ്രമിക്കാറുണ്ടെങ്കിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാറില്ല ആരും. ഞങ്ങളുടെ ഈ സിനിമയിലെ കഥാപാത്രം, ഈ നായിക മതത്തിൻ്റെ ആഴങ്ങളിലൂടെ പോയി അവരുടെ ദുരന്തത്തിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമ പറയുന്നത്. അതോടൊപ്പം അവളുടെ കുടുംബത്തെയും അവൾ കരകയറ്റുന്നു. ഇതിലെ നായികയുടെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ നായികയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ സിനിമ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയുടെ ലെവലിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ഡിജിറ്റൽ ഫിലിം ആയതുകൊണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫീച്ചർ ഫിലിം ഡിജിറ്റൽ മീഡിയത്തിൽ ചെയ്യുന്നത്. ഒരുപക്ഷെ ഞാൻ മുൻപ് തൊട്ട് തന്നെ വീഡിയോയിൽ വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ട് ഡിജിറ്റൽ എനിക്ക് അത്ര അപരിചിതമായ കാര്യമല്ല. ആ ഡിജിറ്റൽ സിനിമയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ അതിൻ്റെ ലിമിറ്റേഷൻസ്, നമ്മളൊരു ഡിജിറ്റൽ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യതകളെക്കാളേറെ അതിൻ്റെ ലിമിറ്റേഷൻസ് അറിയുക എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ള കാര്യം. അപ്പോൾ ആ തരത്തിൽ അത് അറിഞ്ഞ് ചെയ്യുന്നത് കൊണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല എങ്കിൽ കൂടി അതൊരു വീഡിയോയിൽ ചെയ്തൊരു, അല്ലെങ്കിൽ ആ വീഡിയോ ഫോർമാറ്റിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണെന്ന് സാധാരണ ഒരു പ്രേക്ഷകന് മനസ്സിലാകാത്ത തരത്തിലാണ് അതിൻ്റെ ചിത്രീകരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതും ഒരുപക്ഷെ ഇതിൻ്റെ റിസൾട്ട് ഫൈനൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് പ്രേക്ഷകർ പറയേണ്ട കാര്യമാണ്. എങ്കിൽ കൂടി എനിക്ക് വളരെ സംതൃപ്തി നൽകിയിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ആദ്യത്തെ ബിഗ് സ്ക്രീൻ ചിത്രമാണ് ഡിനോവ, ദി റോഡ് ലെസ് ട്രോഡൻ. ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിത വഴിത്താരയിൽ ദുരന്തങ്ങൾ നേരിടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നാം പല രീതിയിലും ഇതിനെക്കുറിച്ച് മുൻകൂട്ടി ബോധവാന്മാരല്ലാത്തതുകൊണ്ട് നാം ഈ ദുരന്തങ്ങളെ പെട്ടെന്നാണ് അഭിമുഖീകരിക്കേണ്ടി വരിക. ഇത്തരം സന്ദർഭങ്ങളിൽ നാം നേരിടേണ്ടി വരുന്ന ഈ പ്രതിബന്ധങ്ങളെ എങ്ങനെയാണ് നാം മറികടക്കാൻ ശ്രമിക്കുക? ചിലർ വളഞ്ഞ വഴികൾ തേടും. ചിലർ പള്ളികളിലോ അമ്പലങ്ങളിലോ പോയി ധ്യാനത്തിനിരിക്കും. ചിലർ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടി കളയും, ആത്മഹത്യയോ മറ്റു വല്ല വഴികളോ തേടും. എന്നാൽ ഞങ്ങൾ പണ്ട് മഹത് വേദ സാരാംശമായ ഉപനിഷത്തുകളിലും മറ്റു വേദങ്ങളിലുമൊക്കെ പറഞ്ഞ ഒരു വളരെ നല്ല ഒരു വഴിയുമായാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ജീവിതത്തിൽ നിന്നും പരമമായ ത്യാഗം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ആ ത്യാഗത്തിലൂടെ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് നമുക്ക് മോക്ഷം അഥവാ നമ്മുടെ ജീവിതം യഥാർത്ഥ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കാൻ നമുക്ക് ഈ ഒരു പടം പ്രചോദനമായി തീരും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പടം മൊത്തമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്.